അഡ്വക്കറ്റ് ആകാൻ വേണ്ടി പഠിക്കാൻ പോയ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ റൂമിൽ ഒരാൺകുട്ടി, നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും. ആ ആൺകുട്ടിയുടെ വിവരം അറിഞ്ഞപ്പോ ബാപ്പ അതേ ചെന്ന് നോക്കുമ്പോൾ ഈ ആൺകുട്ടി കട്ടിലിന്റെ ഉള്ളില്. സുബ്ഹാനല്ലാഹ്, പെൺകുട്ടികളെ പഠിക്കാൻ വേണ്ടി പറഞ്ഞേച്ചിട്ട് പെൺകുട്ടികളെ പഠിപ്പിക്കണ്ട എന്ന് പറയുന്ന ആളല്ല ഞാൻ. സുബ്ഹാനല്ലാഹ്, 4 വനിതാ കോളേജ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ നടത്തുന്നുണ്ട്. അതിലൊന്ന് നാദാപുരത്താണ്, ഒന്ന് പാറക്കടവാണ്, ഒന്ന് വടകരയാണ്, ഒന്ന് കുറ്റ്യാടിയിലാണ്. കുറ്റ്യാടിയിൽ പെൺകുട്ടികൾക്ക് അതാ 2 വിദ്യാഭ്യാസവും കൊടുക്കാൻ വേണ്ടി മാത്രം 4 ഏക്കറോളം സ്ഥലം ഞാൻ പ്രത്യേകം എടുത്തിട്ടുണ്ട്. അവിടെ വലിയ വലിയ ബിൽഡിങ്ങുകൾ പണിയേണ്ടതുണ്ട്. റബ്ബ് നമുക്ക് എളുപ്പം ചെയ്യട്ടെ. ആ 4 ഏക്കർ ഭൂമിക്ക് 4 കോടി ഉറുപ്പികയോളം ഉണ്ടാക്കേണ്ടതുണ്ട്. പലരും സംഭാവന തരുന്നവരുണ്ട്, തന്നവരുണ്ട്. റബ്ബേ, അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ഇവിടെ ഇതിന്റെ തൊട്ടടുത്ത് പെൺകുട്ടികൾക്ക് ഒരു ക്യാമ്പസ് ഉണ്ടാക്കാൻ ഒരു സ്ഥലം കച്ചവടം ചെയ്ത് വെച്ചതുണ്ട്. അതിന് റമദാനിൽ നിങ്ങളൊക്കെ സംഭാവനകൾ കൊടുത്ത് സഹകരിക്കണം. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് അതാ പെൺകുട്ടികൾക്കൊരു പഠനവും വേണ്ടെന്ന് പറയുന്നവനല്ല ഞാൻ. പക്ഷേ പെൺകുട്ടികളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്കിയിട്ട് ആ പെൺകുട്ടികളോട് ആരാ ബന്ധപ്പെടുന്നത്, ആരാ കയറി വരുന്നത്, ആരാ ഇറങ്ങിപ്പോകുന്നത്, ആരാ കൂടെ ആ ബസ്സിൽ യാത്ര ചെയ്യുന്നത്, ആരൊക്കെയാണ് സംസാരിക്കുന്നതെന്ന ഒരു ബോധവുമില്ലാത്ത രക്ഷിതാക്കളില്ലേ? എന്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യൂല എന്ന് നേരത്തെ തന്നെ ഒരു വിശ്വാസം, എന്റെ മോള് വലിയ നബിന്റെ സ്ഥാനത്താക്കി വിചാരിക്കുന്ന ഒരു വിശ്വാസം, ആ വിശ്വാസം പറ്റൂല കേട്ടോ. ആ പെൺകുട്ടികളെ കാണാനും തൊടാനും പറ്റാത്ത യുവാക്കളുടെ കൂടെ നമ്മളെല്ലാറ്റിനും അനുവദിച്ചു കൊടുത്താലുള്ള മുസീബത്ത് പറയണോ? ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അതാ സ്കൂളുകളിൽ ചില പരിപാടികള് അതേ ഇസ്ലാമിനെ കുറിച്ച് വിശ്വാസമില്ലാത്ത, ഇസ്ലാമിന്റെ നയപരിപാടികൾ അറിയാത്ത പലരും അതാ ചെയ്യുന്ന ഒരേർപ്പാട്. കുട്ടികളോട് പറയാണ്, ഒരു ടീച്ചർ പറയാണ് കുട്ടികളോട്, ഓ മക്കളെ, നമ്മൾക്കിടയിൽ ഒരു നറുക്കെടുപ്പ് നടക്കണം. ആ നറുക്കെടുപ്പ് 2 കൂടി നടക്കേണ്ട ആളെ പേരിട്ടൊരു നറുക്കെടുപ്പ്. ആ നറുക്കെടുപ്പിൽ ആണും പെണ്ണൊക്കെ ഒന്നായിട്ട് നറുക്കെടുപ്പ്. ചെറിയ മക്കളാണ്, ചിലപ്പോൾ 5ഓ 6ഓ അതാ ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാണ്, അല്ലെങ്കിൽ 4ഓ 3ഓ ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാണ്. ഒരു നറുക്കെടുപ്പിൽ വരുന്നത് ആരോ, അത് ഫ്രണ്ടാണ്. അപ്പോ അബ്ദുറഹ്മാൻ ആകുന്ന എനിക്ക് അതാ ഫ്രണ്ടായിട്ട് വന്ന ഒരു ജമീലയാണെങ്കിലോ, ആ ജമീലനെ ഞാൻ ഫ്രണ്ടാക്കണം, ജമീല എന്നെ ഫ്രണ്ടാക്കണം, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കണം. പിന്നെ ഫ്രണ്ടാണ്. പിന്നെ അവര് തമ്മിൽ ഒന്നിച്ചു പോയ ഒരു പ്രശ്നവും ഇല്ല, തൊട്ടാ പ്രശ്നമില്ല, കുസ്തി പിടിച്ചാ പ്രശ്നമില്ല. കാരണം ഇത് പഠിപ്പിക്കുന്നത് ആരാണ്? സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന ചില ടീച്ചർമാരാണ്. നിങ്ങളെ മക്കളെ നിങ്ങൾ അങ്ങനെ വിട്ടേക്കരുതേ. എന്റെ കാരണം ഞാൻ പറയണോ? കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ നല്ല തറവാടിത്തമുള്ള കുടുംബ മഹിമയുള്ള നിങ്ങളെ കുടുംബത്തോട് യോജിച്ച ഒരു ഭർത്താവിനെ കാണുമ്പോ ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് ചിലപ്പോ ഫ്രണ്ടിന്റെ കൂടെ പോകുന്നത് കാണാം. നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പോറ്റിയത് നിങ്ങള്, പഠിപ്പിച്ചത് നിങ്ങള്, ഫീസ് അടച്ചത് നിങ്ങള്. പക്ഷെ സ്വന്തം മകളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ചിലപ്പം കിട്ടൂല കേട്ടോ. ഇതുപോലെ മകനെയും ചിലപ്പം കിട്ടൂല കേട്ടോ. പിന്നെ ഉസ്താദെ സിറാജുലിലേക്ക് എത്ര നേർച്ച പൈസയും തരാ, ഈ ബന്ധം ഒഴിവായി കിട്ടിയാ മതി എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ഉത്തരം തരാതിരിക്കാനല്ലേ കാരണം? എന്തുകൊണ്ട്? നീ നിന്റെ സ്വന്തം മക്കളെ കാര്യം ശ്രദ്ധിക്കേണ്ടതല്ലേ? ആരെ കയ്യും പിടിച്ചാ പോകുന്നത്, ആരെ കൂടെ യാത്ര ചെയ്യുന്നത്, എങ്ങോട്ടാ പോകുന്നതെന്ന് നീ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ? നന്നായി ശ്രദ്ധിക്കണേ ഉമ്മമാരെ. നിങ്ങളെ പെൺമക്കള് നിങ്ങൾക്ക് വേണോ, ആൺമക്കള് നിങ്ങൾക്ക് വേണോ? ഈ കുട്ടിക്കാലത്ത് അതാ ബോയ് ഫ്രണ്ട്, ഗേൾസ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ ദീനൊരിക്കലും അംഗീകരിക്കാത്ത കാര്യം. അപ്പൊ ചില ഉമ്മാര് ചിലപ്പം പറയാൻ, ചെറിയ മക്കളല്ലേ ഉസ്താദേ. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയം മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുമ്പോ ഫത്ഹുൽ മുഈൻ
എന്ന് ഓതിയ മുതഅല്ലിമീങ്ങളോട് ചോദിച്ചു നോക്കൂ. 7ാമത്തെ വയസ്സ് മുതൽക്ക് തന്നെ മക്കൾക്ക് ദീനീ ചിട്ടയിൽ വളർത്തിക്കൊണ്ടുവരണം. 7ാമത്തെ വയസ്സിൽ തന്നെ നിസ്കരിപ്പിക്കണം. 7ാമത്തെ വയസ്സിൽ തന്നെ പല്ല് തേപ്പിക്കണം. 7ാമത്തെ വയസ്സിൽ തന്നെ കുട്ടികളെ ദീനീ ചിട്ടയിൽ വളർത്തണം. എന്തിനാണിത്? കുട്ടിക്കാലം മുതലേ ദീനിന്റെ ചിട്ടയിൽ വളരാനാണ്, ആ എക്സ്പീരിയൻസ് കിട്ടാനാണ്.